ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മിഥുന മാസത്തിലെ മകം നക്ഷത്രമാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ട് പൊട്ടും കുറിയൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തായാലും അടുക്കളയിൽ കയറാം കേട്ടോ. ഇന്ന് രാവിലെ ബർത്ത്ഡേ ആയിട്ട് ആദ്യം തന്നെ എൻ്റെ അമ്മ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ് ചെയ്തു. ആദ്യം വിഷ് ചെയ്തിരുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ണേട്ടനൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അമ്മ വിഷ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഏട്ടനും ചേച്ചിമാരും എത്തിയമ്മയും കുട്ടികളും ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിച്ചുട്ട എണീറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ ഈ നൈറ്റി എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നാട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തെ റോയലിൽ നിന്ന് എടുത്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കളറ്. അപ്പോൾ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ദോശയ്ക്ക് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് വേറെ കറി വെക്കണ്ടല്ലോ. രാവിലെ തന്നെ അങ്ങോട്ട് സാമ്പാർ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാറിക്ക് ഞാൻ പരിപ്പ് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. പരിപ്പ് ഇന്ന് മസൂർ ദാലാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യാറ്. മസൂർ ദാലാകുമ്പോൾ കഷ്ണങ്ങളുടെ കൂടെ കിടന്നിട്ട് അങ്ങനെ വേവല്ലോ, സെപ്പറേറ്റ് നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും മസൂർ ദാൽ നന്നായി 2-3 തവണ നമുക്ക് നന്നായി കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിക്ക് ഒരു സവാളയും പിന്നെ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ അതും പിന്നെ തക്കാളിയും പച്ചമുളക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ മസൂർ ദാൽ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഒരു സവാള എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ അടുത്തൊന്നും പൊട്ടാറ്റോ ഇല്ല. അപ്പോൾ ഞാനൊരു ചേമ്പാണ് കേട്ടോ അതിന് പകരം ഇട്ടിട്ടുള്ളത്. ചേമ്പൊന്നും ഇടാറില്ല, അധികം പൊട്ടാറ്റോ തന്നെയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ചേമ്പ് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ അതിലേക്കൊരു ചേമ്പും കൂടി എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഞങ്ങൾ പാലക്കാട്ടിൽക്കാരും തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ്. ഇടാത്ത സാമ്പാർ ഞങ്ങൾ അധികം ഉണ്ടാക്കാറേ ഇല്ല. ഞങ്ങൾ ഉണ്ടാക്കാറില്ല, അധികം ഉണ്ടാക്കാറില്ല എന്നല്ല, ഞങ്ങൾ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് ചിരകി തന്നിട്ടുണ്ട് കേട്ടോ കണ്ണേട്ടന്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായി കളറ് മാറുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഉള്ളി അങ്ങനത്തെ ചെറിയ ഉള്ളിയൊന്നും ഞാൻ ഈ തേങ്ങയിൽ ഞാൻ അതൊന്നും ഇടാറില്ല കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ സാമ്പാർ വയ്ക്കാറുള്ളത് കേട്ടോ. ഇനി ആ നേരം കൊണ്ട് അപ്പുറത്ത് കഷ്ണം വെന്തതിലേക്ക് പുളി ഒഴിച്ചിട്ട് വെണ്ടയ്ക്കയും മുരിങ്ങക്കോലും ഒക്കെ ഇട്ടിട്ട് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴേക്കും റിച്ചുട്ടനൊക്കെ അവിടെ എണീറ്റിട്ടുണ്ട്. അപ്പോഴേക്കും ദോശ ഞാൻ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുക. എന്നിട്ട് തേങ്ങ ചൂടാറിയിട്ടുണ്ട് കേട്ടോ വറുത്തത്. അപ്പോൾ അതങ്ങോട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ അരച്ചിട്ട് നമുക്ക് ഈ പുളി കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ ആ സാമ്പാറിലേക്ക് തേങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അത് കടുകും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ചോറിന് സദ്യവട്ടങ്ങളായിട്ട് കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. വെറും ഒരു ഉപ്പേരിയും പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ പപ്പടവും അച്ചാറൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു പായസവും കൂടിയും വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് അടുപ്പത്ത് കിടന്നിട്ട് തിളയ്ക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് പായസത്തിൻ്റെ പണി നോക്കാം. പായസം ഞങ്ങളുടെ 3 പേരുടെ പിറന്നാളിന് ഞാൻ പായസം വെക്കാറുണ്ട് കേട്ടോ. ഞങ്ങളെ തൊട്ടപ്പുറത്ത് 2 ഫാമിലീസ് ഉണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ 3 പേരുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്തെങ്കിലും ഒരു പായസം വെക്കും കേട്ടോ. ഇന്ന് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയ പായസം അങ്ങനെ സേമിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കേബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കേബേജൊക്കെ നന്നായി കഴുകി ഞാൻ വെള്ളം ആരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ചട്ടിക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ നൈറ്റിയുടെ കളർ അടിപൊളിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കളറ്. പിന്നെ ഇന്നലെ വൈകുന്നേരം പോയിട്ട് കണ്ണേട്ടൻ ഇതൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേക്ക്. അത് ഞാൻ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാം. അപ്പോൾ അത് ഇപ്പം എന്തായാലും നൈറ്റ് ഇട്ടിട്ട് അടുക്കളയിലെ പണികൾ കിച്ചണിലെ പണികൾ നൈറ്റ് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ അതിലൊക്കെ ചളിയൊക്കെ ആവില്ലേ. അപ്പോൾ എന്തായാലും കേബേജ് ഉപ്പേരിയും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഞാൻ കാച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൊണ്ടാട്ടമുളകൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനന്ന് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് പാത്രങ്ങളിലാക്കിയിട്ട് നമുക്ക് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാം കേട്ടോ. കേബേജ് ഉപ്പേരി ആയിട്ടുണ്ട്, പപ്പടം
കാച്ചി വെച്ചിട്ടുണ്ട്. കൊണ്ടാട്ടമുളക് അതിൻ്റെ സൈഡിലുണ്ട്. പിന്നെ സാമ്പാർ ഓൾറെഡി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ചോറും കൂടിയും കൊണ്ടുവച്ചിട്ട് ഇലയൊക്കെ ഇട്ടിട്ട് ഭക്ഷണം നമുക്ക് വിളമ്പാട്ടോ. ഈ അച്ചാർ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, നാരസൂസിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. റിച്ചൂട്ടൻ അപ്പോൾ അപ്പുറത്ത് കളിക്കാൻ പോയിക്കാണ് കേട്ടോ. അവനെ വീഡിയോയിൽ എടുക്കാൻ കിട്ടിയില്ല. അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ അതാ എൻ്റെ നൈറ്റ് ഞാൻ ഇതാ ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതാ ചോറൊക്കെ വിളമ്പിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് 1:15 ആയിട്ടുള്ളൂ കേട്ടോ സമയം, കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പായസമൊക്കെ അവിടെ വിളമ്പി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഒരുമിച്ചുള്ള വീഡിയോസും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.